ആരോഗ്യ പരിപാലനം, ലഹരിവിരുദ്ധ ക്യാമ്പയിൻ, പട്ടികജാതി വികസനം എന്നിങ്ങനെയുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി പെരുമ്പാവൂർ നഗരസഭ ബഡ്ജറ്റ് 2.34 കോടി രൂപ പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് പെരുമ്പാവൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ അവതരിപ്പിച്ചത്. 44.4 കോടി രൂപയുടെ വരവും 42.05 കോടി രൂപയുടെ ചെലവും 2.34 കോടി രൂപ നീക്കിയും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് പെരുമ്പാവൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ അവതരിപ്പിച്ചത്. ആരോഗ്യ പരിപാലനം, ലഹരിവിരുദ്ധ ക്യാമ്പയിൻ, പട്ടികജാതി വികസനം, ശുദ്ധജല ലഭ്യത ഉറപ്പാക്കൽ, റോഡുകളുടെ വികസനം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ ഊന്നൽ നൽകുന്നത്. കൂടാതെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനങ്ങൾക്കും ബഡ്ജറ്റിൽ നൽകുന്നുണ്ട്. ഓണറേറിയം വർധനയ്ക്കായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് ആശ്വാസമാകുന്ന തീരുമാനങ്ങളാണ് പെരുമ്പാവൂർ നഗരസഭ കൈക്കൊണ്ടിട്ടുള്ളത്. ഓരോ പ്രവർത്തകർക്കും പ്രതിമാസം 2000 രൂപ വീതം അധിക ഓണറേറിയം പെരുമ്പാവൂർ നഗരസഭയുടെ ബഡ്ജറ്റിൽ വകയിരുത്തിയതായി വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ പറഞ്ഞു. ആശാവർക്കർമാരുടെ സേവനം കൊണ്ട് പ്രാഥമിക ആരോഗ്യ സംരക്ഷണ രംഗത്ത് കേരളം രാജ്യത്തിന് ഒരു മാതൃക ആയിരിക്കുകയാണ്. അവരുടെ പ്രവർത്തനം ആരോഗ്യത്തിൻ്റെയും സാമൂഹ്യ നന്മയുടെയും അടിത്തറയായി മാറിയിരിക്കുന്നു. എന്നാൽ തുച്ഛമായ ഓണറേറിയം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. അതിനാൽ നഗരസഭ പ്രതിമാസം 2000 രൂപ വീതം ഓരോ ആശാവർക്കർമാർക്കും നൽകുന്നതാണ്. 6.5 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ബഡ്ജറ്റ് അവതരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.